കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിരന്തരം നടത്തുന്ന വിവാദ പ്രസ്താവനകൾ ബിജെപിക്ക് തിരിച്ചടിയാകുന്നു. സുരേഷ് ഗോപിക്കെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി ബിജെപി സംസ്ഥാന നേതാക്കൾ. ആലപ്പുഴയിൽ എയിംസ് വരുമെന്നും ശബരിമല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്നും ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നും തുടങ്ങി ഒട്ടേറെ മർമ്മപ്രധാന വിഷയങ്ങളിൽ സുരേഷ് ഗോപിയുടെ ഏകപക്ഷീയ പ്രതികരണങ്ങൾ വിവാദമാകുന്നു. വിവാദ പ്രസ്താവനകൾ നിരന്തരം നടത്തി ബിജെപി നേതൃത്വത്തെ പ്രതിസന്ധിയിലാഴ്ത്തുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായി ബിജെപി സംസ്ഥാന നേതൃത്വം രംഗത്തു വന്നു. ഈ ആവശ്യം ഉന്നയിച്ച് ദേശീയ നേതൃത്വത്തിന് അവർ പരാതി നൽകിയിരിക്കുകയാണ്. ബിജെപിയുടെ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമായി ഏകപക്ഷീയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് വഴി പൊതുസമൂഹത്തിന് മുന്നിൽ ബിജെപിയുടെ അന്തസ്സ് ഇടിയുന്നുവെന്ന പരാതിയാണ് വിവിധ ജില്ലാ നേതാക്കളും പങ്കുവയ്ക്കുന്നത്. തനിക്ക് ദേശീയ നേതൃത്വത്തിലുള്ള പിടിപാട് മൂലം സംസ്ഥാന നേതൃത്വത്തെ ധിക്കരിക്കുന്ന സമീപനമാണ് സുരേഷ് ഗോപി കൈക്കൊള്ളുന്നതെന്ന പരാതിയാണ് വിവിധ ജില്ലാ ഘടകങ്ങൾക്കും ഉള്ളത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇവർ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പരാതി നൽകിയത്. ഈ പരാതിയാണ് രാജീവ് ചന്ദ്രശേഖറുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ദേശീയ നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. എയിംസ് സംബന്ധിച്ച് മന്ത്രി സുരേഷ് ഗോപി നടത്തിയ പ്രതികരണങ്ങളാണ് പാർട്ടി നേതൃത്വത്തെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. എയിംസ് സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യ ഇടം ആലപ്പുഴയാണെന്നും അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിനോട് താൻ ശുപാർശ നൽകിയിട്ടുണ്ടെന്നാണ് മന്ത്രി സുരേഷ് ഗോപി പ്രസ്താവിച്ചത്. കേരളത്തിന് ലഭിക്കുന്ന എയിംസ് എവിടെയായിരിക്കുമെന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു നിലപാടും ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിട്ടില്ല. ഓരോ ജില്ലയെ സംബന്ധിച്ചും എയിംസ് ഏറെ വൈകാരിക വിഷയമായതിനാൽ അതിൽ പക്ഷം പിടിച്ച് സംസാരിക്കേണ്ടതില്ല എന്നാണ് ബിജെപി സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ട തീരുമാനം. അതെല്ലാം ഏകപക്ഷീയമായി അട്ടിമറിച്ച് ആലപ്പുഴയിൽ എയിംസ് വരുമെന്ന വിധത്തിലാണ് സുരേഷ് ഗോപി രംഗത്ത് വന്നത്. താൻ കേന്ദ്രമന്ത്രിയാണെന്ന വിധത്തിൽ അത്യന്തം ഗൗരവത്തോടെയാണ് സുരേഷ് ഗോപി ഇത് സംബന്ധിച്ച പ്രസ്താവനകൾ നടത്തിയത്. ഈ വിധത്തിൽ വിവാദ പ്രസ്താവനകൾ നടത്തുന്നതിന് മുൻപേ സംസ്ഥാന ഭാരവാഹികളെ വിവരം ധരിപ്പിക്കാനോ അവരുമായി ചർച്ചകൾ നടത്തുവാനോ സുരേഷ് ഗോപി തയ്യാറായതുമില്ല. മുതിർന്ന ബിജെപി നേതാക്കൾക്ക് വരെ ഈ നീക്കത്തിൽ വലിയ പ്രതിഷേധമാണുള്ളത്. കേരളത്തിന് അർഹതപ്പെട്ട എയിംസ് പ്രാവർത്തികമാക്കുന്നതിൽ കേന്ദ്ര ഭരണാധികാരികൾ ഇതുവരെയും തയ്യാറാകാത്തതിൽ കേരളത്തിലെ ബിജെപി നേതൃത്വത്തിലും വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബിജെപി സ്ഥാനാർത്ഥികൾ അവരുടെ പ്രകടന പത്രികകളിൽ അവരവരുടെ മണ്ഡലങ്ങളിൽ എയിംസ് കൊണ്ടുവരുമെന്ന് വാഗ്ദാനം ചെയ്യുകയും പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഈ സന്ദർഭത്തിലാണ് യാതൊരു കൂടിയാലോചനയും നടത്താതെ ആലപ്പുഴയ്ക്ക് വേണ്ടി പരസ്യ പ്രതികരണവുമായി മന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തിയത്. അതേസമയം സംസ്ഥാന സർക്കാർ ആകട്ടെ എയിംസ് കോഴിക്കോട്ട് സ്ഥാപിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി കിനാലൂരിൽ 200 ഏക്കർ സ്ഥലം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിലും വ്യക്തമായ നിലപാട് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടില്ല. അതിനിടയിലാണ് കേന്ദ്രമന്ത്രിയുടെ ഏകപക്ഷീയ പ്രഖ്യാപനമുണ്ടായത്. എയിംസിന് പുറമെ ശബരിമലയുടെ ഭരണ നിയന്ത്രണം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കാൻ പോവുകയാണെന്ന വിവാദ പ്രസ്താവനയും സുരേഷ് ഗോപി നടത്തി. കേന്ദ്ര ദേവസ്വം ബോർഡ് നിലവിൽ വരുന്നതോടെ കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ ഇല്ലാതാകുമെന്ന നിരീക്ഷണവും മന്ത്രി നടത്തിയിരുന്നു. ഇതിനു പുറമെ വിവിധ ആരാധനാലയങ്ങളെ നിയന്ത്രിക്കുന്ന കേന്ദ്ര ബില്ല് ഉടനെ ഉണ്ടാകുമെന്നും ഏകീകൃത സിവിൽ കോഡ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള കഠിനാധ്വാനമാണ് കുറച്ചു കാലമായി ബിജെപി നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഏക സിവിൽ കോഡ് അടക്കമുള്ള നടപടികൾ വൈകാതെ ഉണ്ടാകുമെന്ന പ്രഖ്യാപനവുമായി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി രംഗത്തു വരുന്നത്. രാഷ്ട്രീയ തന്ത്രജ്ഞതയില്ലാത്ത ഇത്തരം പ്രഖ്യാപനങ്ങൾ ബിജെപിയെ പ്രതിസന്ധിയിലാക്കുന്നു എന്നാണ് മുതിർന്ന നേതാക്കൾ വരെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനു മുൻപ് കലുങ്ക് സംവാദ വേളകളിൽ സുരേഷ് ഗോപിയുടെ സംസാര ശൈലിയും പ്രതികരണങ്ങളും വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത് ആയുധമാക്കി മാറ്റുകയും ചെയ്ത സാഹചര്യത്തിലാണ് ബിജെപി കോർ കമ്മിറ്റിയിലടക്കം സുരേഷ് ഗോപിയെ നിയന്ത്രിക്കണമെന്ന ആവശ്യമുയർന്നത്. ഇതിനെ തുടർന്നാണ് സംസ്ഥാന ബിജെപി നേതൃത്വം ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയത്. അതേസമയം ബിജെപിയിലെ ഗ്രൂപ്പ് വടംവലികൾ മൂലമാണ് സുരേഷ് ഗോപിക്കെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ഉയരുന്നതെന്ന ആരോപണവും ശക്തമാവുകയാണ്.